അടുത്ത ഭാഗം ചില റിപ്പോർട്ടുകളാണ്. അനുബന്ധം ഇ ആയിട്ട് പിന്നെ സ്മോൾ ലെറ്റർ എ. എ ന്യൂ അപ്രോച്ച് ടു സൈക്കോതെറാപ്പി ഇൻ ക്രോണിക് ആൽക്കഹോളിസം ബൈ WD സിൽക്വർത്ത് MD, ന്യൂയോർക്ക്. First medical paper ever written about AI, reprinted from journal Lancet, July 1939, Minneapolis, Minnesota. അനുബന്ധം ഇ, ചെറിയക്ഷരം എ. മദ്യപാനാസക്തിയിൽ മനോരോഗ ചികിത്സയ്ക്ക് പുതിയൊരു സമീപനം. എഴുതിയത് WD സിൽക്വർത്ത് MD ആണ്, ന്യൂയോർക്കിൽ. എയെ പറ്റി ആദ്യമായി എഴുതിയ വൈദ്യശാസ്ത്ര ലേഖനമാണിത്. ലാൻസെറ്റ് ജേർണലിൽ 1939 ജൂലൈയിൽ മിനിപ്പോളിസ്, മിനസോട്ടയിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. മെഡിക്കൽ പേപ്പറാണിത്. ദ ബിഗിനിങ് ആൻഡ് സബ്സിക്വന്റ് ഡെവലപ്മെന്റ് ഓഫ് എ ന്യൂ അപ്രോച്ച് ടു ദ പ്രോബ്ലം, എ പെർമനന്റ് റിക്കവറി ഫോർ ദ ക്രോണിക് ആൽക്കഹോളിക് ഹാസ് already produced remarkable results and promises much for the future. This statement is based upon 4 years of close observation, as this development is one which has sprung up among alcoholic patients themselves and has been largely conceived and promoted by them. It is felt that this new treatment can be reported freely and objectively. The central idea is that of a fellowship of ex-alcoholic men and women banded together for mutual help. Each member feels duty bound to assist alcoholic newcomers to get upon their feet, thus in turn work with still others in an endless chain. Hence there is a large growth possibility. In one locality, for example, the fellowship had but 3 members in September 1935. 18 months later, the 3 had succeeded with 7 more. This 10 have since expanded to 90. മദ്യാസക്തിക്കെതിരെയുള്ള പുതിയ തുടക്കവും അതേ തുടർന്നുണ്ടായ വികാസവും തുടർച്ചയായ മോചനവും ഭാവിയിലേക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. 4 വർഷത്തെ നിരീക്ഷണത്തെ തുടർന്നാണ് ഈ പ്രസ്താവന നടത്തുന്നത്. ഈ സംരംഭം മദ്യാസക്തിയിൽ തന്നെ ഉടലെടുക്കുകയും അവർക്ക് ബോധ്യം വരികയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തതാണ്. ഇത് വസ്തുനിഷ്ഠമായ നിലയ്ക്ക് മനസ്സിലാക്കിയ ശേഷമാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ കേന്ദ്ര ആശയം മുൻ മദ്യപാനികളായ സ്ത്രീ പുരുഷന്മാർ മറ്റുള്ളവരെ സഹായിക്കുന്നതിനായി ഒത്തുചേർന്നിരിക്കുന്നു. പുതിയ ആളുകളെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കേണ്ടത് തന്റെ കടമയാണെന്ന് ഓരോരുത്തരും കരുതുന്നു. മറ്റുള്ളവരോടൊത്തുള്ള ഈ പ്രവർത്തനം അവസാനിക്കാത്തത് ഒരു ചങ്ങലയാണ്. അതുകൊണ്ട് വളർച്ചയ്ക്ക് ഇത് വലിയ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ഒരു പ്രദേശത്ത് 3 അംഗങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത്. 18 മാസങ്ങൾക്ക് ശേഷം അത് 7 അംഗങ്ങൾ കൂടിയായി വളർന്നു. ഈ 10 പേർ 90 വളർന്നു. ഇതൊരു കടമ എന്നതിലപ്പുറം മുമ്പോട്ടുള്ള പോക്കിൽ വലിയ ശക്തിയുമായി ഇത്രയും വിജയവും പ്രദാനം ചെയ്യുന്നു. സുരക്ഷയാണ് ഇതിന്റെ ശക്തി. മദ്യാസക്തർ മറ്റുള്ളവർക്ക് വേണ്ടി ആരോഗ്യം വീണ്ടെടുക്കാൻ സമയം ചെലവഴിക്കുന്നില്ല എങ്കിൽ അവർക്ക് സുബോധം നിലനിർത്താനാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റു മദ്യാസക്തരെ സഹായിക്കുന്ന ശ്രമകരമായ ത്യാഗം ഞങ്ങളുടെ സുബോധത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണെന്ന് ആദ്യകാലത്ത് തന്നെ മനസ്സിലാക്കി. ഇറ്റ് ഈസ് മച്ച് മോർ ദ 1935 18 months later he the 3 and succeeded with 7 more. 1935 3 പേരുണ്ടായിരുന്നത് 7 പേരായി, പിന്നീട് അത് 18 പേരായിട്ട് മാറി. ഇറ്റ് ഈസ് മച്ച് മോർ ദാൻ ദ സെൻസ് ഓഫ് ഡ്യൂട്ടി, however, which provides the requesting driving power and harmony so necessary for success. One powerful factor is that of self-preservation. This ex-alcoholic frequently find that unless they spend time in helping others to help, they cannot stay sober themselves. Strenuous are almost sacrificial work for their sufferers is often inappropriate, often imperative. In the early days of their recovery, this effort proceeds entirely on a goodwill basis. It is an avocation. There are no fees or dues of any kind, nor do these people organize in the ordinary sense of the word. അപ്പോൾ 18 മാസങ്ങൾക്ക് ശേഷം ഇത് 7 അംഗങ്ങൾ കൂടി വന്ന് ഈ 10 പേർ 90 വളർന്നു. ഇതൊരു കടമ എന്നതിനപ്പുറം മുമ്പോട്ടുള്ള പോക്കിൽ വലിയ ശക്തിയും മൈത്രിയും വിജയവും പ്രദാനം ചെയ്യുന്നു. സുരക്ഷയാണ് ഇതിന്റെ ശക്തി. മദ്യാസക്തർ മറ്റുള്ളവർക്ക് വേണ്ടി ആരോഗ്യം വീണ്ടെടുക്കാൻ സമയം ചെലവഴിക്കുന്നില്ല എങ്കിൽ അവർക്ക് സുബോധം നിലനിർത്താനാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റ് മദ്യാസക്തരെ സഹായിക്കുന്ന ശ്രമകരമായ ത്യാഗം തങ്ങളുടെ സുബോധത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണെന്ന് ആദ്യകാലത്ത് തന്നെ മനസ്സിലാക്കി. ഇത് പൂർണ്ണമായും സദുദ്ദേശപരമാണ്, ഒരു സൽപ്രവൃത്തിയാണ്. ഇവിടെ ഫീസുകളില്ല,
പണപ്പിരിവില്ല. സാധാരണ ഒരു പ്രസ്ഥാനം പോലെയല്ല ഇത് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ ഏകദേശം മുൻ മദ്യപാനികളായ 100ഓളം സ്ത്രീ പുരുഷന്മാരാണ് ഉള്ളത്. This ex-alcoholic men and women number about 100 at present. One group is scattered along the Atlantic seaboard with the New York as a center. Another and somewhat larger body is located in the Middle West. Many walks of life are represented, though business and professional types predominate. The unselfishness, the extremes to which these men and women go to help each other, the spirit of democracy, tolerance, tolerance and sanity which prevails, are astonishing to those who know something of the alcoholic personality. But these observations do not adequately explain why so many gravely involved people are able to remain sober and face life again. The principal answer is each ex-alcoholic has hard and is able to maintain a vital spiritual or religious experience. This is so-called experience is accomplished by marked change in personality. There is always in a successful case a radical change in outlook, attitude, and habits of thought, which sometimes occurs with amazing rapidity, and in nearly all cases, with these changes are evident within a few months, often less. That the chronic alcoholic has sometimes recovered by religious means is a fact centuries old, but this recoveries have been sporadic, insufficient in numbers or impressiveness to make headway with the alcoholic problem as a whole. The conscious search of these ex-alcoholics for the right answers has enabled them to find an approach which has been effectual in sometimes like half of all the case upon which it has been tried. This is a truly remarkable record when it is remembered that most of them were undoubtedly beyond the reach of other remedial measures. The essential features of this new approach without a psychological embellishment are. അപ്പോൾ ഏകദേശം മുൻ മദ്യപാനികളായ 100ഓളം സ്ത്രീ പുരുഷന്മാരാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ഗ്രൂപ്പ് 1939 എഴുതിയവരാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ന്യൂയോർക്ക് കേന്ദ്രമാക്കി അറ്റ്ലാന്റിക് സീ ബോർഡിൽ പ്രവർത്തിക്കുന്ന മറ്റൊന്ന് അല്പം വലുതാണ്. അത് മിഡിൽ വെസ്റ്റിലാണ്, അമേരിക്കയിലെ മിഡിൽ വെസ്റ്റിലാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള ആളുകൾ അവരെ പ്രതിനിധീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ വിദഗ്ധരും വ്യവസായികളും മുന്നിട്ട് നിൽക്കുന്ന മറ്റു മദ്യാസക്തരെ സഹായിക്കാനായി ഇവർ സ്വാർത്ഥരായി അങ്ങേയറ്റം വരെ പോകുന്നു. ഇവർ നിസ്വാർത്ഥരായി അങ്ങേയറ്റം വരെ പോകുന്നു മറ്റു മദ്യാസക്തരെ സഹായിക്കാനായി. ജനാധിപത്യത്തിലും ക്ഷമാശീലത്തിലും നന്മയിലും ഇവർ പ്രവർത്തിക്കുന്നു. മദ്യാസക്തരെ അറിയുന്നവർക്ക് ഇത് അമ്പരപ്പിക്കുന്ന കാഴ്ചയാണ്. ഈ ആളുകൾ എങ്ങനെയാണ് സുബോധം നിലനിർത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ നിരീക്ഷണങ്ങൾ തന്നെ പോരാ. അതിനുള്ള ഉത്തരം ഇതാണ്: ഓരോ മുൻ മദ്യപാനികളും ഒരു ആത്മീയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ അനുഭവം വ്യക്തിപരമായ മാറ്റം വ്യക്തികളിൽ ഉണ്ടാക്കുന്നു. ചിന്തയിലും കാഴ്ചപ്പാടിലും വ്യക്തമായ മാറ്റം ഉണ്ടാകുന്നു. ചിലപ്പോൾ വേഗത്തിൽ, ചിലപ്പോൾ സാവധാനത്തിൽ, മിക്കവാറും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇത് വ്യക്തമായി തീരും. ആത്മീയ അനുഭവത്തിലൂടെ ഒരു മദ്യാസക്തൻ സുഖം പ്രാപിക്കുമെന്നത് യുഗങ്ങൾ പഴക്കമുള്ള ഒരാശയമാണ്. പക്ഷെ ഇത് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒന്നായിരുന്നു. എണ്ണത്തിൽ തന്നെ വളരെ കുറവായിരുന്നു. ഇത് മദ്യപാന പ്രശ്നത്തെ സ്വാധീനിക്കാൻ മതിയാകുമായിരുന്നില്ല. ശരിയായ ഒരു ഉത്തരത്തിനു വേണ്ടിയുള്ള ഈ മുൻ മദ്യാസക്തരുടെ അന്വേഷണത്തിൽ അവർ പരീക്ഷിച്ച മദ്യാസക്തരിൽ പകുതിയോളം പേർ സുഖം പ്രാപിച്ചു. മറ്റ് വൈദ്യശാസ്ത്ര മാർഗങ്ങൾക്ക് അപ്രാപ്യമായിരുന്ന ഈ കേസുകൾ ശ്രദ്ധേയമാണ്. മനഃശാസ്ത്രപരമായ സമീപനമില്ലാതെ ഈ പരിപാടിയുടെ സമീപനം ഇതാണ്: The essential features of this new approach without a psychological embellishment are. അതായത് മനഃശാസ്ത്രപരമായ സമീപനമല്ലാതെ ഈ പരിപാടിയുടെ സമീപനം ഇതാണ്. ഇപ്പോൾ ഡോക്ടർ ഡബ്ല്യു ഡി സിൽക്വർത്ത് MD 1939 എഴുതിയ ഒരു റിപ്പോർട്ടാണിത്. പേജ് നമ്പർ 303 അതിൽ ഓരോ റിപ്പോർട്ടിലും അദ്ദേഹം മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളെ പറ്റിയാണ്. ഒന്നാമത്തെ കാര്യം, the ex-alcoholic capitalize upon a fact which they have so well demonstrated, namely that one alcoholic can secure the confidence of another in a way and to a degree almost impossible of attainment by a non-alcoholic outsider. അതായത് ഒന്നാമത്തെ സമീപനം, മറ്റൊരു മദ്യാസക്തനല്ലാത്തയാൾക്ക് അസാധ്യമായ രീതിയിൽ ഒരു മദ്യാസക്തനെ സ്വാധീനിക്കാൻ
ഒരു മദ്യാസക്തന് സാധിക്കും. അതായത് ഒരു നോൺ ആൽക്കഹോളിക്കിനേക്കാൾ കൂടുതൽ ഒരു ആൽക്കഹോളിക്കിന് മറ്റൊരു മദ്യാസക്തനെ സഹായിക്കും. പുറത്തു നിന്നുള്ള മറ്റൊരു മദ്യാസക്തനല്ലാത്ത ഒരാളെക്കാളും മദ്യാസക്തനാണ് മറ്റൊരു മദ്യാസക്തനെ സഹായിക്കാൻ കഴിയുന്നത്. അതാണ് ഒന്നാമത്തെ അദ്ദേഹം കണ്ടുപിടിച്ചത്. രണ്ടാമത്തെ സമീപനം, ആഫ്റ്റർ ഹാവിംഗ് fully identified themselves with their prospectus by a recital of symptoms, behavior, anecdotes, etc., this men allow the patient to draw the inference that if he is seriously alcoholic, there may be no hope for him, save a spiritual experience. They cite their own case and quote medical opinion to prove their point. If the patient insists he is not alcoholic to the degree, they recommend the try to stay sober in his own way. Usually, however, the patient agrees at once. If he does not, a few more painful relapses often convince him. രണ്ടാമത്തെ കാര്യം ആ റിപ്പോർട്ടിൽ പറയുന്നത്, സിൽക്കോർത്ത് പറയാണ്, തൻ്റെ അഭ്യുദയകാംക്ഷിയുടെ സ്വഭാവങ്ങളായ ലക്ഷണങ്ങളും സംഭവങ്ങളുമായി അയാൾ തന്നെ താരതമ്യം പ്രാപിക്കുന്നു. യാതൊരു മദ്യാസക്തനാണെന്നോ എന്ന് തീരുമാനിക്കാൻ താനൊരു മദ്യാസക്തനാണെന്ന് തീരുമാനിക്കാൻ മറ്റേയാൾക്ക് ഇയാൾ അവസരം നൽകുന്നു. ഒരു ആത്മീയ അനുഭവമല്ലാതെ മറ്റു മാർഗങ്ങളിൽ നിന്ന് അയാളെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവിടെ അവരുടെ കാര്യം വിശദീകരിക്കുകയും അത് തെളിയിക്കാൻ വൈദ്യശാസ്ത്രത്തെ ആശ്രയിക്കുകയും ചെയ്യുന്നു. അയാൾ അത്രമാത്രം മദ്യാസക്തനല്ലെന്ന് പറഞ്ഞാൽ സ്വയം കൂടി നിർത്താൻ പരിശ്രമിക്കാനായി അദ്ദേഹത്തോട് നിർദ്ദേശിക്കുന്നു. സാധാരണയായി രോഗി പെട്ടെന്ന് തന്നെ സമ്മതിക്കും. അല്ലാത്ത പക്ഷം വേദനാജനകമായ ഏതാനും വഴുതിലുകൾ അല്ലെങ്കിൽ സ്ലിപ്പാവുകൾക്ക് ശേഷം അയാളെ അത് സ്വയം ബോധ്യപ്പെടുത്തും. അതാണ് രണ്ടാമത്തെ ആ റിപ്പോർട്ടിൽ പറയുന്നത്. മൂന്നാമത്തെ കാര്യം പറയുന്നത്, once the patient agrees that he is powerless, he finds himself in a serious dilemma. He sees clearly that he must have a spiritual experience or be destroyed by alcohol. മൂന്നാമത്തെ കാര്യം, ഒരിക്കൽ രോഗി താൻ ശക്തിഹീനനാണെന്ന് അംഗീകരിച്ചാൽ അയാൾ വലിയ ചിന്താക്കുഴപ്പത്തിലാകും. അയാൾക്കൊരു ആത്മീയ അനുഭവം ആവശ്യമുണ്ട്. അല്ലാത്ത പക്ഷം മദ്യം അയാളെ നശിപ്പിക്കും. അത് അയാൾക്കറിയാം. നാലാമത്തെ കാര്യം, ദിസ് ഡയലാമ, അതായത് ഇങ്ങനെ ഒരു സംശയം, ചിന്താക്കുഴപ്പം, ഡയലാമ എന്ന് പറഞ്ഞാൽ ചിന്താക്കുഴപ്പം. This dilemma brings about a crisis in the patient's life. He finds himself in a situation which he believes cannot be untangled by human means. He has been placed in this position by another alcoholic who has recovered through a spiritual experiences. This particular ability which an alcoholic who has recovered exercise upon one who has not recovered is the main secret of the unprecedented success which this man and woman are having. They can penetrate and carry convictions that the physicians or the clergyman cannot. Under this conditions, the patient turns to religion with an entire willingness and readily accepts without reservations a simple religious proposal. He is then able to acquire much more than a set of religious beliefs. He undergoes the profound mental and emotional change common to religious experience. See William James Varieties of Religious Experience. Then to the patient's hope is renewed, and his imagination is fired by the idea of membership in a group of ex-alcoholics, where he will be enabled to save the lives and homes of those who have suffered as he has suffered. നാലാമത്തെ കാര്യമാണ്, എന്താണ് പറയുന്നത് നോക്കാം. ഈ ഊരാക്കുടുക്ക് രോഗിയിൽ ഒരു സംഘർഷം സൃഷ്ടിക്കുന്നു. ഈ കുരുക്കഴിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് അയാൾ വിശ്വസിക്കുന്നു. ഒരു ആത്മീയ അനുഭവത്തിലൂടെ സുഖം പ്രാപിച്ച മദ്യാസക്തൻ അയാളെ തൽസ്ഥാനത്ത് വെക്കുന്നു. ഈ അസാധാരണ കഴിവ് സുഖം പ്രാപിച്ച മദ്യാസക്തൻ സുഖം പ്രാപിക്കാനുള്ള മദ്യാസക്തരുടെ മേൽ പ്രയോഗിക്കുന്നു. അഭൂതപൂർവമായ ഈ കഴിവാണ് ഈ സ്ത്രീ പുരുഷന്മാരിൽ കാണുന്നത്. ഒരു ഡോക്ടർക്കോ പുരോഹിതനോ കഴിയാത്ത വിധം കാണാനും ബോധ്യപ്പെടുത്താനും ഇവർക്ക് കഴിയുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിലും
സാഹചര്യത്തിൽ ലളിതമായ ഒരു ആത്മീയ നിർദ്ദേശം സ്വീകരിക്കാൻ ഒരു വൈമനസ്യവും കൂടാതെ പൂർണ്ണ മനസ്സോടെ അയാൾ തയ്യാറാകുന്നു. അതിനുശേഷം ഒരു കേവല മതവിശ്വാസത്തിനപ്പുറം സമൂലമായ ഒരു മാനസിക വൈകാരിക മാറ്റത്തിന് അയാൾ തയ്യാറാകുന്നു. വില്യം ജെയിംസിന്റെ പലതരം ആത്മീയ അനുഭവങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇതോടെ രോഗിയുടെ പ്രതീക്ഷ ഉണരുകയും അദ്ദേഹത്തിന്റെ ഭാവന വികസിക്കുകയും സുഖം പ്രാപിച്ച ഈ മധ്യാസക്തരുടെയും ഗ്രൂപ്പിൽ ചേർന്നാൽ തനിക്കും താൻ അനുഭവിച്ച ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന മറ്റു കുടുംബങ്ങളെയും സഹായിക്കാൻ കഴിയുമെന്ന് അയാൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. നാലാമത്തെ കാര്യം അദ്ദേഹം റിപ്പോർട്ട് ചെയ്തേക്കണം ഇതാണ് റിപ്പോർട്ട് ചെയ്തേക്കണതാണ്. 1939 എഴുതിയ ലേഖനമാണ്. അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മെഡിക്കൽ പേപ്പറായിട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. റീപ്രിന്റഡ് ഫ്രം ജേണൽ ലാൻസെറ്റ് ജേണലിൽ വന്നാണ്. ഏതായാലും അതിൻ്റെ അടുത്ത കാര്യം നോക്കാം. 5-ാമത്തെ കാര്യം, ദ ഫെലോഷിപ്പ് ഈസ് എൻറ്റയർലി ഇൻഡിഫറൻറ്റ് concerning the individual manner of spiritual approach so long as the patient is willing to turn his life and his problem over to the care of and the direction of his creator. The patient may picture the deity in any way he likes. No effort whatever is made to convert him to some particular faith or creed. Many creeds are represented among the group and the greatest harmony prevails. It is emphasized that the fellowship is non-sectarian and that the patient is entirely free to follow his own inclination. Not a trace of aggressive evangelism is exhibited. 5-ാമത്തെ കാര്യം പറയണം. അതായത് വ്യക്തിപരമായ രീതിയിലുള്ള ഒരു ആത്മീയ സമീപനമല്ല ഈ കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ സൃഷ്ടാവിൽ അർപ്പിക്കാൻ അയാൾ തയ്യാറാകുന്നു. അയാൾ ഈശ്വരനെ അയാളുടെ ഇഷ്ടം പോലെ തന്നെ സങ്കല്പിക്കുന്നു. ഏതെങ്കിലും വിശ്വാസത്തിലെത്താൻ അയാളെ പ്രേരിപ്പിക്കുന്നില്ല. ഗ്രൂപ്പിൽ പലതരം വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്, പക്ഷെ അവർ ഒത്തൊരുമിച്ച് പോകുന്നു. ഗ്രൂപ്പിൽ വിവാഹിതയില്ല. അയാൾക്ക് അയാളുടെ ഇഷ്ടം പോലെ വിശ്വസിക്കാമെന്നും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നു. ഇവിടെ ഒരു തരത്തിലുമുള്ള പ്രബോധനവും പ്രകടിപ്പിക്കുന്നില്ല. 6-ാമത്തെ കാര്യം, if the patient indicates a willingness to go on, a suggestion is made that he do certain things which are obviously good psychology, good morals and good religions regardless of creed. A, that he make a moral appraisal of himself and confidential discuss his findings with a competent person whom he trusts. B, that he try to adjust bad personal relationships, setting right so far as possible such wrongs as he may have done in the past. C, that he recommit himself daily or hourly if needed be to God's care and directions, asking for strength. D, that if possible he attended weekly meetings of the fellowship and actively lent a hand with alcoholic newcomers. അപ്പോൾ 6-ാമത്തെ കാര്യം പറയണം. രോഗി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ അയാളെ നിർദ്ദേശിക്കുന്നു. നല്ല മനഃശാസ്ത്രം, നല്ല ധാർമ്മികത, നല്ല ആത്മീയത, മതവിശ്വാസം എന്തുമായിക്കൊള്ളട്ടെ. എ, സ്വന്തം ധാർമ്മിക നിലവാരത്തെ വിശ്വസ്തനായ ഒരു വ്യക്തിയുമായി ചേർന്ന് ചർച്ച ചെയ്യുന്നു. ബി, മോശ വ്യക്തിബന്ധങ്ങൾ നേരെയാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. പൂർവ്വകാല തെറ്റുകൾ കഴിയും വിധം തിരുത്താൻ ശ്രമിക്കുന്നു. സി, അയാൾ ദിവസേന തിരുത്താൻ ശ്രമിക്കുന്നു. ആവശ്യമെങ്കിൽ അതിലും വേഗത്തിൽ ഇവയെല്ലാം ദൈവത്തിന്റെ മാർഗനിർദ്ദേശത്തിനും ശക്തിക്കുമായി സമർപ്പിക്കുന്നു. ഡി, കഴിയുമെങ്കിൽ ആഴ്ചകൾ തോറും മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും പുതുതായി വരുന്നയാളെ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. This is the procedure in brief. The manner of presentations may vary considerably depending upon the individual approach, but the essential ingredients of the process are always much the same. When presented by an ex-alcoholic, the power of this approach is remarkable. For full appreciations, one must have seen the work and must have known these patients before and after their chance. Considering the presence of the religious factor, one might expect to find unhealthy emotionalism and prejudice. This is not the case. However, on the contrary, there is an instant readiness to discard old methods for new one, which produce better results. For instance, it may early found that usually the weakest approach to an alcoholic is directly through this family or friends, especially if the patient is drinking heavily at the time.
The ex-alcoholic frequently insists, therefore, that a physician first take the patient in hand, placing him in a hospital whenever possible. If proper hospitalization and medical care is not carried out, this patient faces the danger of delirium tremens, wet brain, or other complications after a few days' stay, during which time the patients have been thoroughly detoxicated. The physician brings up the question of permanent sobriety, and if the patient is interested, tactfully introduce a member of the ex-alcoholic group. By this time, the prospect has self-control, can think straight, and the approach to him can be made casually with no intervention by family or friends. More than half of this fellowship have been so treated. The group is anonymous. Is its belief that hospitalization is desirable, even imperative in most cases. What has happened to these men and women? For years, physicians have pursued method which bear some similarity to this outlined above. An effort is made to procure a frank discussions with the patient, leading to self-understanding. Yes, understanding. It is indicated that he must make the necessary readjustment to his environment, his corporations, and confidence must be secured. The objectives are to bring about restoration and to provide someone to whom the alcoholic can his dilemma. Transfer his dilemma. In a large number of cases, this alcoholic group is now attaining this very objective because their simple but powerful devices appear to cut deeper than do other methods treatment for the following reasons. ഇതാണ് ചുരുക്കത്തിലുള്ള പ്രക്രിയ. ഇപ്പം നമ്മൾ 6 കാര്യങ്ങൾ പറഞ്ഞു. അതാണ് ചുരുക്കത്തിലുള്ള ഒരു പ്രക്രിയ. സാഹചര്യങ്ങൾക്കും വ്യക്തികൾക്കും അനുസൃതമായി ഈ പരിപാടിയിൽ മാറ്റം ഉണ്ടാകാം. പക്ഷെ അടിസ്ഥാനപരമായ ആശയങ്ങൾക്ക് മാറ്റമില്ല. ഒരു മുൻ മദ്യപാനി ഇത് പ്രയോഗിക്കുമ്പോൾ അത് ഫലപ്രദമാണ്. ഒരു രോഗിയുടെ മുൻപും പിൻപുമുള്ള അവസ്ഥകൾ മനസ്സിലാക്കുമ്പോൾ ഇത് വ്യക്തമാക്കും. മതപരമായ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഒരാൾ ആരോഗ്യകരമല്ലാത്ത വിഭ്രാന്തിയുമായ വൈകാരികതയും പ്രകടിപ്പിച്ചേക്കാം. ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. പഴയ രീതികൾ ഉപയോഗിക്കാനും പുതിയത് സ്വീകരിക്കുവാനുള്ള സന്നദ്ധത പ്രകടമാക്കുന്നു. പണ്ട് കാലത്ത് തൻ്റെ കുടുംബാംഗങ്ങൾക്കിടയിലൂടെയോ സുഹൃത്തുക്കളിലൂടെയോ മദ്യാസക്തിനെ സമീപിക്കാനുള്ള ദുർബലമായ രീതിയാണ് ഉപയോഗിച്ചിരുന്നത്. മുൻ കുട്ടിയന്മാർ മിക്കപ്പോഴും ഡോക്ടറിലൂടെ അദ്ദേഹത്തെ സമീപിക്കുന്നു. അദ്ദേഹത്തെ ഒരു ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കാത്ത പക്ഷം ഉന്മാദാവസ്ഥയും പിന്മാറ്റ രോഗങ്ങളും പോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സ്ഥിരമായി മദ്യം ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തന്ത്രപരമായി മുൻ മദ്യാസക്തരെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ശരിയായി ചിന്തിക്കാനും ശരിയായ രീതിയിൽ സമീപിക്കാനും കഴിയുന്നു. സുഹൃത്തുക്കളിലൂടെയോ കുടുംബാംഗങ്ങളിലൂടെയോ അല്ലാതെ മുൻ മദ്യാസക്തർ അദ്ദേഹവുമായി ഇടപെടുന്നു. കൂട്ടായ്മയിലെ പകുതി പേരെങ്കിലും ഇത്തരത്തിലുള്ള ചികിത്സാ മാർഗം സ്വീകരിച്ചവരായിരിക്കും. കൂട്ടായ്മയിലുള്ളവർ എല്ലാവരും തന്നെ ഇത്തരമൊരു ചികിത്സ സ്വീകാര്യമാണ് എന്നും പലപ്പോഴും അനിവാര്യമാണെന്നും വിശ്വസിക്കുന്നു. ഈ സ്ത്രീ പുരുഷന്മാർക്ക് എന്താണ് സംഭവിച്ചത്? വർഷങ്ങളായി ഡോക്ടർമാർ ഇതുപോലുള്ള രീതികൾ പിന്തുടർന്നിട്ടുണ്ട്. സ്വയം മനസ്സിലാക്കാൻ കഴിയുമെന്നും സൗഹാർദ്ദപരമായ ചർച്ചകൾ നടത്താനും ശ്രമിച്ചിട്ടുണ്ട്. പരിതസ്ഥിതികളുമായി അയാൾ പൊരുത്തപ്പെടേണ്ടതുണ്ട് എന്ന സൂചന ഇത് നൽകുന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസവും സഹകരണവും ആർജിക്കേണ്ടതുണ്ട്. ഇത് തൻ്റെ അന്തർയുവത്വം മാറ്റിയെടുക്കാനും തൻ്റെ ധർമ്മസങ്കടങ്ങൾ ആരെങ്കിലോടും തുറന്നു പറയാനും സാധിക്കുകയും ചെയ്യുക എന്നതാണ്. മിക്ക കേസുകളിലും മധ്യസ്ഥരുടെ കൂട്ടായ്മ പ്രസ്തുത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ലളിതവും ഫലപ്രദവുമായ അവരുടെ രീതികൾ മറ്റ് രീതികളെ അപേക്ഷിച്ച് വിജയിക്കുന്നതിൻ്റെ കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് വിജയിക്കുന്നതെന്നാണ് പിന്നീട് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് 4 കാരണങ്ങളാണ് അത് പ്രത്യേക ഡോക്ടർ സിൽക്വർത്ത് പറയുന്നത്. ഒന്നാമത്തെ കാരണം, 1. Because of their alcoholic experience and successful recoveries, they secure a high degree of confidence from their prospectors. 1. തൻ്റെ മദ്യപാനശീലവും അതിൽ നിന്നുള്ള മോചനവും അഭ്യുദയാം കാംക്ഷിയിൽ അല്ലെങ്കിൽ മറ്റൊരാളിൽ വലിയ തോതിലുള്ള വിശ്വാസം നേടിയെടുക്കാൻ മദ്യാസക്തിന് കഴിയുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 2. Because of this initial confidence, identical experience, and the fact that the discussions is pitched on moral and religious grounds, the patient tells his story and makes his self-appraisal with extreme thoroughness and honesty. He stops living alone and finds himself within reach of a fellowship with whom he can discuss his problem as they rise. രണ്ടാമത്തെ കാര്യമാണ് പറയുന്നത്,
തുടക്കത്തിൽ ലഭിക്കുന്ന ആത്മവിശ്വാസവും ഒരുപോലെയുള്ള അനുഭവങ്ങളും ഒരു ആത്മീയ അടിത്തറയിൽ നിന്നുകൊണ്ട് കൃത്യമായും വ്യക്തമായും രോഗിയുടെ കഥ കേൾക്കാൻ മധ്യസ്ഥന് സാധിക്കുന്നു. തന്റെ ഏകാന്ത ജീവിതം അവസാനിപ്പിച്ച് ഒരു കൂട്ടായ്മയിൽ അംഗമാവുകയും തന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അവർ തയ്യാറാവുകയും ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം എന്താണ്? ബിക്കോസ് ഓഫ് ദ എക്സ് ആൽക്കഹോളിക് ബ്രദർഹുഡ് ദ പേഷ്യൻസ് ടു ഈസ് ഏബിൾ ടു സേവ് അതർ ആൽക്കഹോളിക്സ് ഫ്രം ഡിസ്ട്രാക്ഷൻസ് അറ്റ് വൺ ആൻഡ് ദ സെയിം ടൈം. ദ പേഷ്യൻ്റ് അക്വയർസ് an ideal, a hobby, a strenuous avocations, and a social life which he enjoys among other ex-alcoholics and their families. These factors make powerfully for his extraversion. മൂന്നാമത്തെ കാര്യമാണ് മുൻ മധ്യാസക്തനുമായുള്ള സഹവർത്തിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് മധ്യാസക്തരെ സർവനാശത്തിൽ നിന്നും രക്ഷിക്കാൻ അയാൾക്ക് കഴിയുന്നു. ഇതോടൊപ്പം തന്നെ അയാൾ യഥാർത്ഥത്തിൽ മറ്റ് മധ്യാസക്തരോടും അവരുടെ കുടുംബാംഗങ്ങളോടും ചേർന്ന് ഒരു മറ്റുള്ളവരോടൊത്തുള്ള ജീവിതം ഉപതൊഴിലായി മറ്റുള്ളവരോടൊത്തുള്ള ജീവിതം മാറ്റിയെടുക്കുന്നു. ഇവിടെ അയാൾക്ക് തന്റെ മഹത്വം പ്രകടമാക്കാൻ കഴിയുന്നു. അപ്പോൾ മറ്റു മധ്യാസക്തരോടൊത്ത് പ്രവർത്തിക്കുമ്പോൾ മൂന്നാമത്തെ കാര്യം ബിക്കോസ് ഓഫ് ദ എക്സ്റ്റേണൽ ബ്രദർഹുഡ്, ഒരു സഹോദര ബന്ധത്തിലൂടെ അവർക്ക് പരസ്പരം അയാൾ യഥാർത്ഥത്തിൽ മറ്റ് മധ്യാസക്തരും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന ഒരു ഉപതൊഴിൽ മറ്റുള്ളവരുടെ ജീവിതമാക്കി മാറ്റുന്നു. ഇവിടെ അയാൾക്ക് തന്റെ മഹത്വം പ്രകടമാക്കാൻ കഴിയുന്നു. എ ഹോബി, സ്ട്രെണമസ് അവോക്കേഷൻ ആൻഡ് എ സോഷ്യൽ ലൈഫ്. അപ്പോൾ അതൊരു വിനോദങ്ങളും എല്ലാം ചേർന്ന് വരുന്നതാണ്. അപ്പൊ നാലാമത്തെ കാര്യം ബിക്കോസ് ഓഫ് ഒബ്ജക്ട്സ് എ പ്ലെന്റി ഇൻ ഹും to vest his confidence, the patient can turn to the individuals to whom he first gave his confidence, the ex-alcoholic group as a whole, or the deity. It is paramount to note that the religious factor is all important even from the beginning. Newcomers have been unable to stay sober when they have tried the program minus the deity, or at least a greater power than themselves, the group itself. നാലാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, ഒരു പക്ഷേ രോഗി തുടക്കത്തിൽ വിശ്വാസം അർപ്പിച്ച മുൻ മധ്യാസക്തരുടെ ഗ്രൂപ്പിലോ അതോ ജഗദീശ്വരനിലോ എവിടെയാണ് തന്റെ വിശ്വാസം അർപ്പിക്കേണ്ടത്? തുടക്കത്തിൽ തന്നെ ഒരു ആത്മീയ അംശം പരമപ്രധാനമാണ്. സർവശക്തനെ മാറ്റി നിർത്തിയുള്ള പദ്ധതി തുടക്കത്തിൽ തന്നെ പരാജയപ്പെടുന്നതാണ്. അങ്ങനെയാണ് കാണുന്നത്. തന്നേക്കാൾ വലിയൊരു ശക്തി അത് ഗ്രൂപ്പ് തന്നെ ആയാലും മതി. മദ്യത്തോടുള്ള ഇവരുടെ മനോഭാവം രസകരമാണ്. പലരും പറയുന്നു അവർക്ക് അപൂർവമായോ മദ്യത്തോട് പ്രലോഭനം ഉള്ളൂ എന്ന്. ആദ്യത്തെ കുടിയെ ചെറുക്കുന്നു. ഈ ആശുപത്രിയിൽ വന്ന ഗുരുതരമായ ഒരു കേസിൽ 4.5 വർഷം മുമ്പുള്ള അനുഭവത്തിന് ശേഷം അയാൾ കുടിച്ചിട്ടില്ല. It is paramount to note that the religious factor is all important in the beginning. Newcomers have been unable to stay sober when they have tried to program minus the deity, or at least the greater power than the group itself. The mental attitude of these people toward alcohol is interesting. Most of them report that they are seldom tempted to drink. If tempted, their defense against the first drink is sympathetic and adequate. To quote from one of their number once a serious case to the hospital, but who has had no relapse since his experience 4.5 years ago. അപ്പം ഇവരുടെ ഒരു മാനസിക സമ്മർദ്ദം, മദ്യത്തോടുള്ള ഇവരുടെ മനോഭാവം രസകരമാണ്. പലരും പറയുന്നു അവർക്ക് അപൂർവമായി മദ്യത്തോടുള്ള പ്രലോഭനം ഉള്ളൂ എന്ന്. ആദ്യത്തെ കൂടി ചെറുക്കുന്നു. ഈ ആശുപത്രിയിൽ വന്ന ഗുരുതരമായ കേസ് 4.5 വർഷം മുമ്പുള്ള അനുഭവത്തിന് ശേഷം അയാൾ കുടിച്ചിട്ടില്ല. സൂൺ ആഫ്റ്റർ ഐ ഹാഡ് മൈ എക്സ്പീരിയൻസ്. അപ്പൊ അദ്ദേഹം പറയുന്നതിനെ പറ്റിയാണ് ഒരു 2 പാരഗ്രാഫ് പറയുന്നത്. നമുക്ക് നോക്കാം. Soon after I had my experience, I realized I had the answer to my problem. For about 3 years prior to December 1934, I had been taking 2 and sometimes 3 bottles of gin a day. Even in my brief period of sobriety, my mind was much on liquor, especially if my thoughts turned toward home, where I had bottles hidden on every floor of the house. Soon after leaving the hospital, I commenced to work with other alcoholics. With the reference to them, I thought much about alcohol, even to the point of carrying a bottle in my pocket to help them through severe hangovers. But from the first moment of my experience, the thought of taking a drink myself hardly ever occurred.
I had the feeling of being in position of neutrality. I was not fighting to stay on the water wagon. The problem was removed. It simply ceased to exist for me. This new state of mind came about in my case at once and automatically. About 6 weeks after leaving the hospital, my wife asked me to fetch a small utensil which stood on a shelf in our kitchen. As I fumbled for it, my hand grasped a bottle, still partly full, with a start of surprise and gratitude. It flashed upon me that none once during the past weeks had the thought of liquor being in my home occurred to me, considering the extent to which alcohol had dominated my thinking. I call this no less than a miracle. During the past 4 years of sobriety, I have seriously considered drinking only a few times. On each occasion, my reactions was one of fear, followed by the reassurance which came with my newfound ability to think the matter through, to work with another alcoholic or to another to enter upon a brief period of prayer and meditation. I now have a defense against alcoholism, which is positive so long as I keep myself spiritually fit and active, which I am only too glad to do. അപ്പൊ അദ്ദേഹം ഒരു 1.5 year മുമ്പുള്ള ഒരാളുടെ കഥയാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ 4.5 year ago, 4.5 വർഷം മുമ്പുള്ള അനുഭവത്തിന് ശേഷം അയാൾ കുടിച്ചിട്ടില്ല. എന്റെ അനുഭവത്തെ തുടർന്ന് സൂൺ ആഫ്റ്റർ ഐ ഹാഡ് എക്സ്പീരിയൻസ് എന്റെ അനുഭവത്തെ തുടർന്ന് എനിക്കൊരു ഉത്തരം ലഭിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. 1934 ഡിസംബർ മാസം വരെ 3 വർഷമായി ഞാൻ 3 കുപ്പികളിൽ ദിവസം തോറും ഉപയോഗിക്കുമായിരുന്നു. 3 വർഷമായി ഞാൻ 3 കുപ്പികൾ ദിവസം തോറും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. കുറഞ്ഞ കാലം കുടിക്കാതിരിക്കുമ്പോഴും എന്റെ ചിന്ത മുഴുവൻ മദ്യത്തിലായിരുന്നു. വീടിന്റെ എല്ലാ മൂലകളിലും ഞാൻ മദ്യം ഒളിപ്പിച്ചു വെച്ചു. ആശുപത്രി വിട്ട ഞാൻ മദ്യാസക്തരോടൊത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ അവരോട് ചേർന്ന് മദ്യത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കി. ചിലപ്പോഴൊക്കെ മറ്റുള്ളവരുടെ ഹാങ് ഓവർ മാറ്റാൻ ഞാൻ കുപ്പിയിൽ മദ്യം കരുതി. എന്റെ ആദ്യത്തെ അനുഭവത്തിന് ശേഷം മദ്യം കഴിക്കണമെന്ന് എനിക്ക് തോന്നാറില്ല. എന്റെ വികാരങ്ങൾ സന്തുലിതമായിരുന്നു. ഞാൻ കുടിക്കാതിരിക്കാൻ പൊരുതുകയായിരുന്നില്ല. എന്റെ പ്രശ്നം നീക്കം ചെയ്യപ്പെട്ട ഇപ്പോൾ അത് നിലനിൽക്കുന്നില്ല. ഈ പുതിയ അവസ്ഥ എന്നെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് യാന്ത്രികമാവുകയായിരുന്നു. ഞാൻ ആശുപത്രി വിട്ട് 6 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യ എന്നോട് അലമാരിയിൽ നിന്നൊരു പാത്രം എടുക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ പാത്രം തിരയുമ്പോൾ എന്റെ കൈ ഒരു കുപ്പിയിൽ തട്ടി. അത് ഏതാണ്ട് പകുതി ഏതാണ്ടൊക്കെ നിറഞ്ഞ മദ്യക്കുപ്പിയായിരുന്നു. ഞാൻ അത്ഭുതത്തോടെ നന്ദിയോടെ ഓർത്തു. കഴിഞ്ഞ ആഴ്ചകളിലൊന്നും ഞാൻ അതിഥിയെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. മദ്യം എങ്ങനെയാണ് എൻ്റെ ചിന്ത എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എനിക്ക് ഇത് ഒരു അത്ഭുതം തന്നെയാണ്. കഴിഞ്ഞ 4 വർഷമായി വളരെ കുറച്ച് തവണകൾ മാത്രമേ ഞാൻ കുടിക്കുന്നതിനെ കുറിച്ച് ഗൗരവമായി ചിന്തിച്ചിട്ടുള്ളൂ. ഈ അവസരങ്ങളിലൊക്കെ ഞാൻ ഭയപ്പെടുകയും ഒരു ചെറിയ ധ്യാനത്തിലും പ്രാർത്ഥനയ്ക്ക് ശേഷം മദ്യാസക്തരോട് പ്രവർത്തിക്കാൻ ഞാൻ പുറപ്പെടുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് മദ്യത്തിനെതിരെ ഒരു പ്രതിരോധമുണ്ട്. ഇത് ഗുണപരമാണ്. ഞാൻ ആത്മീയമായി ഉത്സാഹമുള്ളവനും യോഗ്യനുമാണ്. ഞാനത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. പ്രലോഭനങ്ങൾക്കെതിരെ പ്രതികരിച്ച മറ്റൊരു ഉദാഹരണമാണ് താഴെ. അദ്ദേഹം 3.5 വർഷം സുബോധവാനാണ്. Another interesting example of reaction to temptation comes from a former patient now sober 3.5 years. Like most of these people, he was beyond the reach of psychiatric method. He relates the following incident. അപ്പോൾ അദ്ദേഹം 3.5 വർഷം സുബോധമാണ്. എല്ലാവരെയും പോലെ മനഃശാസ്ത്രത്തിന് പിടികൊടുക്കാത്ത ഒരു പോക്കായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം സംഭവം വിവരിക്കുകയാണ്. ഇതിനെ കുറിച്ചാണ് സൽക്കോർത്ത് പറയുന്നത്. നമുക്ക് അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതം കഴിഞ്ഞപ്പോൾ അത് തീർത്തിട്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. ഓക്കെ. തോട്ട് സോബർ നൗ ഫോർ several years. I am still bothered by periods of deep depression and resentment. I live on a farm, and weeks sometimes pass in which I have no contact with the ex-alcoholic group. During one of my spells, I became violently angry over a trifling domestic matter. I deliberately decided to get drunk, going so far as to stock my guest house with food, thinking to lock myself in when I had returned from town with a case of liquor. I got in my car and started down the drive.
still furious. As I reached the gate, I stopped the car, suddenly feeling unable to carry out my plan. I said to myself, at least I have to be honest with my wife. I returned to the house and announced I was on my way to town to get drunk. She looked at me calmly, never saying a word. The absurdity of the whole thing burst upon me, and I laughed. And so the matters passed. As I now have a defend that verse, prior to my spiritual experience, I would never have reacted that way. The testimony of the membership as a whole sums up to this. For the most part, these men and women are now indifferent to alcohol, but when the thought of taking a drink does come, they react sanely and vigorously. The Alcoholic Fellowship hopes to extend its work to all parts of the country and to make its method and answers known to every alcoholic who wishes to recover. As a first step, they have prepared a book called Alcoholics Anonymous, a large volume of 400 pages. It sets forth their methods and experience enthusiastically and with much clarity and force. The first half of the book is a text aimed to show an alcoholic the attitude he ought to take and preciously the steps he may follow to affect his own recovery. He then funds finds full directions for approaching and working with other alcoholics. Two chapters are devoted to family reactions and one to employers for the guidance of those who surrounded the sick man. There is a powerful chapter addressed to the agnostics, as the majority of the present members were of the description of particular interest. So the positions is such a chapter on alcoholism, dealing mostly with its mental phenomena as this man see it. By contacting personally those who are getting result from the book, this ex-alcoholic aspect to establish new centers. Experience has shown that as soon as any community contains 3 or 4 active members, growth is inevitable for the good reason that each member feels he must work with other alcoholics or perhaps perish himself. Will the movement spread? Will all of the recoveries be permanent? No one can say yet. As we all this hospital, from the observation of many cases, are willing to recover, our present opinion are strong. Yes, to both the questions. അപ്പോൾ അത് അപ്പൻഡിക്സിൻ്റെ ഇയിലെ എയുടെ റിപ്പോർട്ട് കഴിഞ്ഞു. അത് സിൽക്ക് വർത്താണ് ആ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിന്റെ ബാക്കി ഭാഗം നോക്കാം. അപ്പൊ രണ്ടാമത്തെ സംഭവം, മനഃശാസ്ത്രത്തിന് പിടികൊടുക്കാത്ത ഒരു പോക്കാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം ആ സംഭവം വിവരിക്കുന്നത് എങ്ങനെയാണ്? വർഷങ്ങളായി സുബോധവാനാണെങ്കിലും ഞാൻ പലപ്പോഴും നിരാശനും നീരസമുള്ളവനുമായി. ഞാനൊരു ഫാമിലിയിലാണ്, കുടുംബമായിട്ടാണ് താമസിക്കുന്നത്. പലപ്പോഴും എനിക്ക് മുൻ മദ്യപാനികളുടെ ഗ്രൂപ്പിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. ഒരിക്കലും ഒരു ഗാർഹിക പ്രശ്നത്തിൽ ഞാൻ വല്ലാതെ രോഷകുലനായി ഞാൻ കുടിക്കാൻ തീരുമാനിച്ചു. നഗരത്തിൽ പോയി മദ്യം വാങ്ങി. ദൂരെയുള്ള ഒരു ഫാം ഹൗസിലേക്ക് പോയി ഭക്ഷണവും ഞാൻ കരുതിയിരുന്നു. ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും ഞാൻ രോഷാകുലനായിരുന്നു. ഗേറ്റിലെത്തിയപ്പോൾ ഞാൻ നിന്നു. എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഏറ്റവും കുറഞ്ഞത് ഭാര്യയോടെങ്കിലും നീ സത്യസന്ധത പുലർത്തണം. ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. ഞാൻ കുടിക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചു. അവൾ നിശബ്ദയായി ശാന്തമായി എന്നെ നോക്കി. ഇതിന്റെ വിഡ്ഢിത്തരം എനിക്ക് മനസ്സിലായി. ഞാൻ ഉറക്കെ ചിരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞു. അതിപ്പോൾ എനിക്ക് പ്രവർത്തിക്കുന്ന പ്രതിരോധമായി മാറി. എൻ്റെ ആത്മീയ അനുഭവത്തിന് മുമ്പ് ഇങ്ങനെ പ്രവർത്തിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ആകെയുള്ള അംഗങ്ങളുടെ സാക്ഷ്യം ഇതാണ്. ഈ സ്ത്രീ പുരുഷന്മാർ ഇന്ന് അപ്പൊ അദ്ദേഹത്തിന്റെ കഥ കഴിഞ്ഞിട്ട് പറയാണ് ബാക്കിയുള്ള ഭാഗം. ആകെയുള്ള അംഗങ്ങളുടെ സാക്ഷ്യം ഇതാണ്. ഈ സ്ത്രീ പുരുഷന്മാർ ഇന്ന് മദ്യത്തോട് വലിയ താല്പര്യമില്ലാത്തവരാണ്. അവർക്ക് അത് കുടിക്കണമെന്ന് ചിലപ്പോൾ ചിന്ത കടന്നു വന്നാൽ അവർ വിവേകത്തോടെ ഊർജ്ജസ്വലതയോടെ പെരുമാറണം. മദ്യാസക്തരുടെ ഈ കൂട്ടായ്മ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും അത് ഇതിന്റെ ആശയങ്ങളും രീതികളും പ്രവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്നു. സുഖം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മദ്യാസക്തന് ഉത്തരം നൽകാൻ ഇവർ തയ്യാറാണ്. അതിന്റെ പ്രാരംഭ നടപടി എന്ന നിലയിൽ ആൽക്കോളിക്സ് അനോണിമസ് എന്ന പേരിൽ അവർ ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. 400 പേജുകളുള്ള ഒരു വലിയ പുസ്തകമാണത്. അവരവരുടെ മാർഗങ്ങളും അനുഭവങ്ങളും സമ്പൂർണ്ണമായും വ്യക്തമായും പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. ഈ പുസ്തകത്തിന്റെ ആദ്യ പകുതിയിൽ സുബോധം കൈവരിക്കാൻ അയാൾ സ്വീകരിക്കേണ്ട സമീപനത്തെക്കുറിച്ചുള്ള വിവരമാണ്. അതിനുള്ള ചുവടുവെപ്പുകൾ കൃത്യമായി കാണിച്ചു വരുന്നു. പിന്നീട് എങ്ങനെയാണ് മറ്റൊരു മദ്യാസക്തനെ സഹിക്കാനായി സമീപിക്കേണ്ടതെന്ന മറ്റൊരു മദ്യാസക്തനെ സഹായിക്കാനായി സമീപിക്കേണ്ടതെന്ന പൂർണ്ണമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അടുത്ത 2 അധ്യായങ്ങൾ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും മറ്റൊന്ന് മദ്യാസക്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന തൊഴിലുടമകൾക്കുള്ള നിർദ്ദേശങ്ങളുമാണ്.
അജ്ഞേയവാദികൾക്കുള്ള ആധികാരികമായ ഒരു അധ്യായവും ഉണ്ട്. അംഗങ്ങളിൽ നല്ലൊരു ഭാഗം ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ്. മദ്യാസക്തിയെക്കുറിച്ചുള്ള അധ്യായം ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക താല്പര്യമുളവാക്കുന്നതാണ്. ഈ ആളുകളുടെ മനോനിലയെ വ്യക്തമാക്കുന്നതാണ് ഈ അധ്യായം. ഈ പുസ്തകത്തിൽ നിന്ന് ഫലം ലഭിക്കുന്നവർ ഈ മുൻ മദ്യാസക്തരുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. പുതിയ സെന്ററുകൾ ആരംഭിക്കാനാണത്. 4-5 ആളുകളായാൽ വളർച്ച അനിവാര്യമാണ്. ഓരോ മദ്യാസക്തനും മറ്റു മദ്യാസക്തരോടൊത്ത് പ്രവർത്തിച്ചില്ല എങ്കിൽ തകർച്ച ഉറപ്പാണ് എന്ന് അവർക്കറിയാം. ഈ പ്രസ്ഥാനം വ്യാപിക്കുമോ? ഈ സുഖപ്പെടലുകൾ സ്ഥിരമായിരിക്കുമോ? ആർക്കും പറയാനാകില്ല. ആ ആശുപത്രിയിലെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉറച്ച ഒരു അഭിപ്രായം മാത്രം പറയുന്നു. 2 ചോദ്യങ്ങൾക്കും അതെ എന്നാണ് ഉത്തരം. ഇത് പറഞ്ഞുകൊണ്ടാണ് സിൽക്ക് വാർത്ത റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്. അടുത്ത റിപ്പോർട്ട് അനുബന്ധം ഈ ബിയിലായിട്ട്, ബി സ്മോൾ അക്ഷരം ബി, അത് ആൽക്കോളിസംസിന്റെ സുഖപ്പെടൽ പദ്ധതിയെക്കുറിച്ച് ഹാരി എം ടൈബോട്ട് MD, ഗ്രീൻവിച്ച് കണക്റ്റിക്കറ്റ് ആണ്. അത് അടുത്ത ദിവസം നമുക്ക് വായിക്കാം. താങ്ക് യു. എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു ശിവ ചേട്ടാ.